സങ്കീർത്തനം 57-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആപത്ത് അനർത്ഥങ്ങൾ, കേരളം നോക്കിയാൽ ആപത്ത് അനർത്ഥങ്ങളേ ഉള്ളൂ. റോഡ് ട്രാഫിക്, ബസ് ആക്സിഡൻറ്റ്സ്, സ്കൂട്ടർ ആക്സിഡൻറ്റ്സ്, ഇതൊക്കെ ഒരു ആപത്താണ്. ഇതിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെടുന്നതിൻ്റെ മുൻപാകെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അനേകരുടെ നിന്ദകളും പരിഹാസങ്ങളും ദൂഷ്യങ്ങളും എല്ലാം ഉണ്ട് ലോകത്ത്. അതിൽ നിന്നെല്ലാം സുഗന്ധമായി മാറ്റുന്ന കർത്താവ്, സൗരഭ്യ വാസനയെ നടത്തുന്ന കർത്താവ്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ എന്ന് ദാവീദ് പറയുന്നു. എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഒരേ ആപത്തുകൾ, വെളിയിൽ നിന്നാൽ ആപത്ത്, വീട്ടിലിരുന്നാലും ആപത്ത്, വീട്ടിൽ സ്വസ്ഥതയോടിരുത്താത്ത അയൽവാസികൾ, വീട്ടിൽ സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു അയൽക്കൂട്ടങ്ങളാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കീപ് സൈലൻറ്റ്, ബി സ്റ്റിൽ, ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനേക കള്ള പ്രവാചകന്മാരെ, കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മോടി പിടിപ്പിക്കുന്ന ചുടുകാറോ, മോടി പിടിപ്പിക്കുന്ന ലിപ്സ്റ്റിക്കോ, മോടി പിടിപ്പിക്കുന്ന തലമുടിയുടെ സ്ട്രെയിറ്റൻ ഹെയറോ ഒന്നും യേശുവിന് വേണ്ട. യേശുവിനെ അറിയേണ്ടത് എങ്ങനെ? അവൻ്റെ പാദപീഠത്തിൽ പോയി ഇരിക്കണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുവാൻ അനുഗ്രഹിക്കപ്പെടണം. അനേകരുണ്ട് ഡ്രസ് വെയറിങ് ചെയ്യുമ്പോൾ ഒരു അടുത്ത റിലീജിയനുള്ളവർ പോലും ഇടാത്ത ഡ്രസ്സും കൊണ്ടാണ് വരുന്നത്, ചർച്ചിലോട്ട് വരുന്നത്. നോട്ട് പാൻറ്, ഓൺലി ടോപ്പ്. സോ ദിസ് ഇസ് എൻ അൺന്യൂസൻസ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചർച്ച ആകുമ്പോൾ ചർച്ചിലെ രീതികളുണ്ട്. എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ ഇഷ്ടമുള്ളതോ ഞാൻ ചെയ്യത്തുള്ളൂ, അതൊക്കെ പറയുന്നത് ഫൂളിഷ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അവൻ്റെ ശരണത്തിൽ അവൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കാം. ഒരു റെഫ്യൂജായി, ഒരു കോട്ടയായി, ഒരു ദുർഗമായി, ഒരു ടബർനക്കിളായി മാറുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ എക്സാംസ് എഴുതാം. എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാ പിള്ളേർക്കും, കുഞ്ഞുങ്ങൾക്ക് ടോപ്പ് സ്കോറർ ആകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്ന അവരോട് എല്ലാ റിക്വസ്റ്റ് ഒന്നും പറയണ്ട. റിക്വസ്റ്റ് പേപ്പറിൽ എഴുതി പ്രാർത്ഥിക്കുക. ഈ ആപത്തുകൾ ഒഴിഞ്ഞുപോകോളം ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. കർത്താവിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആരാ ശരണം പ്രാപിച്ചത്? രൂത്ത് തൻ്റെ ജീവിതത്തിൽ മദറിലോയെ വിട്ട് പോകാതെ തൻ്റെ മദറിലോയുടെ ജോലി ചെയ്തപ്പോൾ ബോവാസ് ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തു. ഈ കൂട്ടത്തിൽ നമ്മളുണ്ടോ? ചിന്തിച്ച് നോക്കണം. ഉണ്ടായിരിക്കാം. ഇത് മോടി പിടിപ്പിക്കുന്ന പാട്ടുകളെല്ലാം പാടി വരുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. എന്നാൽ ഒന്നും ശാശ്വതമല്ല. അഞ്ജലി പോൾ സിസ്റ്ററിനെ അറിയാം. അഞ്ജലി പോൾ സിസ്റ്റർ എന്തുമാത്രം നല്ല പ്രസംഗിച്ചത്. AG ചർച്ചിലെ സിസ്റ്റർ അഞ്ജലി പോൾ, ആ സിസ്റ്ററിൻ്റെ വേർപാട് വളരെ ദുഃഖവും. എനിക്ക് പറയുന്നതെല്ലാം അത്ഭുതമാണ്, അനുഗ്രഹമാണ്. അതിപ്പോഴും വീട്ടിൽ ഞാൻ ഓർക്കും. ആകവേ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മോടി പിടിപ്പിച്ച് ഡ്രസ്സും കൊണ്ട് വന്ന് ചർച്ചിലോട്ടും സഭ ഹാളിലോട്ടും വന്നാൽ നല്ലതാണോ? ചിലർ നമ്മുടെ പേഴ്സണൽ മാറ്റർ പറഞ്ഞ് പാസ്റ്റേഴ്സ് ആയാലും വന്ന് ക്രിട്ടിസൈസ് ചെയ്യും. മൈക്ക് പിടിച്ച് ഒരു സാക്ഷ്യം പറയുന്നതിന്, പാട്ട് പാടുന്നതിന്. ഹിന്ദിയിലെ മോഡലല്ല, കേരള മോഡലിൽ പിടിക്കണമെന്നും പറഞ്ഞ്. ഇതൊക്കെ എന്തുവാ? സഭയിൽ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? സഭയിൽ നിൽക്കുന്നതും വേദന കൊണ്ടും തീ കൊണ്ടും അതിൻ്റെ ആശ്വാസം പകരാൻ വരുമ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ കളിയാക്കുന്ന ആ വ്യക്തികളെയൊക്കെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ഇല്ല. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരെയും ദൈവം ഒരിക്കലും കൊണ്ടുപോകത്തില്ല. ബൈബിളിൽ വാക്യമുണ്ട്, എല്ലാത്തിനും ആൻസർ ദൈവമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് പരിപാലിക്കട്ടെ.
കർത്താവ്, ഞാൻ പാസ്റ്റേഴ്സിനോടും എതിരല്ല, ഞാൻ ഒരു പ്രീസ്റ്റിനോടും എതിരല്ല. പക്ഷേ ഒരു സഭായോഗത്തിൽ വന്നാലും സഭാ ചർച്ചിൽ വന്നാലും ഹോളി കമ്മ്യൂണിയൻ കൊടുക്കുമ്പം ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത് ചെക്ക് ചെയ്യണം. ഒരു ഹാങ്ക്ലോൻഡിൻ മോഡൽ ഡ്രസ്സും കൊണ്ട് ചെന്ന് ഹോളി കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ അത് ആ കുട്ടിയുടെ ജീവിതത്തിലെ പരാജയമാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സാരാംശം. ഇന്നത്തെ കഥ എന്തുവാ? ഞാൻ നിൻ്റെ ചിറകിൻ ശരണത്തിൽ ശരണം പ്രാപിക്കുക, 20 ശരണം പ്രാപിച്ചു. അങ്ങനെ ആ വംശാവലിയിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവും പറയുന്നു. യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആരാത്? അന്ന. യേശു ജനനം നിന്നത് അന്നയാണ് നിന്നത്, ഹന്നയല്ല, അന്ന. പ്രായമുള്ള അന്ന യേശു കുഞ്ഞിനെ വാങ്ങിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിലെ മോഹമെല്ലാം ഒഴിഞ്ഞു പോകും, നമ്മുടെ സൗന്ദര്യം പോകും, നമ്മുടെ മുടി പോകും, എല്ലാം നഷ്ടപ്പെടും. കർത്താവ് ആരോഗ്യത്തോട് വച്ചിരിക്കുന്ന അവൻ്റെ ദയ, അവൻ്റെ കരുണ, അവൻ്റെ കൃപ. സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിക്കാത്ത ചില സഭകളുണ്ട്. അതിൻ്റെ മധ്യത്തിലും നിൽക്കാൻ കർത്താവ് പറയുന്നു. അത് ചെയ്തില്ലെങ്കിൽ ദോഷം ആ സഭയ്ക്കാണ്, എനിക്ക് അവരുടെ തലമുറകൾ കാണാം. ഞാൻ ചിൽഡ്രൻസ് മിനിസ്ട്രി പഠിച്ചതുകൊണ്ടാണ് ചിൽഡ്രൻസിൻ്റെ കാര്യം പറയുന്നത്. ചിൽഡ്രൻസ് മിനിസ്ട്രി പഠിച്ചു, അപ്പോൾ ചിൽഡ്രൻ എല്ലാം ഒബേയാണോ? ഒബേ ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് ദൈവം ഇത്രത്തോളം നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇനിയും പുലർത്തും ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരിയുണ്ട് രമ്യ. ആ കുട്ടി നല്ലതായിട്ട് എന്നോട് എൻ്റെ ഓട്ടോഗ്രാഫ് തരുകയും ഒക്കെ ചെയ്യും. ഞങ്ങളുടെ 2 പേരുടെ മാർക്കാണ് കുറഞ്ഞു പോയത്. സ്കൂൾ ഫസ്റ്റ് അവളും ഞാനും വരുമെന്നാണ് ഉദ്ദേശിച്ചത്, അത് പോയി. അവൾ എത്തിരാജ് കോളേജിൽ, മീനാക്ഷി കോളേജിൽ BSc മാത്സ് എടുത്ത് MPhD in മാത്സ്. ഷീ റൈറ്റ്സ് മീ ലെറ്റേഴ്സ്. അതേപോലെ വേറെ എന്താ, നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും ഒന്നും വെക്കല്ലേ. ഒരു കൂട്ടുകാരി മതി. കൂട്ടുകാരന്മാരെ വെച്ചാൽ നാളെ കണ്ണീർ പൊഴിക്കേണ്ടി വരും. കൂട്ടുകാരന്മാരുമായിട്ട് ചുറ്റി നടക്കുന്ന ഈ കേരളത്തിൽ ഞാൻ കാണുന്നത്, ബൈക്കിൽ പോകുന്നു, ബസ്സിലിടിക്കുന്നു, ഇതൊക്കെ എന്തോ. അതൊക്കെയാണ് വാസ്തവ റിയാലിറ്റി. ഈ റിയാലിറ്റി പറഞ്ഞുകൊണ്ട് എന്നോട് ഫൈറ്റ് ചെയ്യാൻ ആരും വരണ്ട. ഇത് റിയാലിറ്റി ഞാൻ പറയുകയാണ്. റിയാലിറ്റി ഷോ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ശരണം പ്രാപിക്കുന്ന ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സൺഡേ ആരാധനയ്ക്ക് പോവുക, വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രേയറിന് പോകുക, ഈ ആഴ്ചയിലൊക്കെ വരുന്ന കൺവെൻഷൻ മീറ്റിംഗ് ഒക്കെ രാവിലെ ആണെങ്കിൽ പോവുക. ഞാൻ ജുവൽസ് ഒന്നും അണിയുന്നില്ല. സോ ഐ എം പെന്റിക്കോസ്റ്റ്. അതിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മാറിപ്പോകും. കർത്താവ് നമുക്ക് വേണ്ടി പണിയും. ആമീൻ, ആമീൻ.